നിത്തു, മോള് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാലോ. മോളിരിക്ക്. മോക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? സാറിന് ഇഷ്ടമുള്ളത് ഓർഡർ ആക്കിക്കോ. ആ, ഓക്കെ. ഏട്ടോ, 2 മസാല ദോശ. മിത്തു, മോക്ക് ചായ വേണോ? വേണ്ട സാർ. അതെന്താ, താൻ ചായ കുടിക്കാറില്ലേ? കുടിക്കാറുണ്ട് സാർ. പിന്നെന്താ? ഏട്ടോ, 2 ചായയും കൂടിയേ. അയ്യോ വേണ്ട സാർ, എനിക്ക് ചായ ഒന്നും വേണ്ട. ഒന്നും പറയാൻ പറ്റില്ല, ചായ കുടിക്കണം. എന്തേ, കുടിക്കൂലേ? കുടിക്കാം. ആഹാ, എന്താ മസാല ദോശ കഴിക്ക. അരുൺ. ആ സർ. മിത്ര ഇവിടെ. അവളും വിവേക് സാറും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്യാൻറ്റീനിൽ പോയിട്ടുണ്ട് സാർ. ആ, ഓക്കെ, താങ്കൾ. മതി സാർ, വയറ് അറിഞ്ഞു. അതൊന്നും പറഞ്ഞ കാര്യമില്ല, മൊത്തം കഴിക്കണം. കണ്ടില്ലേ, ക്ഷീണിച്ച ആവശ്യമായിട്ട്. ആ കാശിന്റെ വായിക്കുന്നാലും കേൾക്കണ്ടല്ലേ, മൊത്തം കഴിച്ചോ. സാർ വയറ് നിറഞ്ഞാ. അതൊന്നും പറഞ്ഞാൻ പറ്റില്ല, ഞാൻ കാശിനെ വിളിക്കണോ? അയ്യോ വേണ്ട സാർ, ഞാൻ കഴിച്ചോളാം. ആ, ഗുഡ് ഗുഡ്. പിന്നെ താൻ എന്തിനാ എന്നെ ഈ സാർ സാർ എന്ന് വിളിച്ചു കൊടുക്കുന്നത്? അത് പിന്നെ സാർ ഇവിടുത്തെ CEO അല്ലേ. അതുകൊണ്ട് നോക്കു മോള്, മോള് ഇനി ഇതിൽ എന്നെ സാറിന് വിളിക്കണ്ട, രീതിയായിട്ടാന്ന് വിളിച്ചാൽ മതി, കേട്ടല്ല? അത് പിന്നെ കാശി സാറ്. കാശി സാർ ഒന്നും പറഞ്ഞില്ല, എന്നെയല്ലേ വിളിക്കുന്നത്. മിത്തു ഇനി മുതൽ എന്നെ വിധിയേട്ടാന്ന് വിളിച്ചാൽ മതി. ഓക്കെ സാർ. ഓ, ഈ കൊച്ച് സാറല്ല പെണ്ണെ, വിധിയേട്ടാ. അല്ല, വിധിയേട്ടാ. അയ്യോ സാർ. എന്തായിരുന്നു അവിടെ? എവിടെ? ക്യാൻറ്റീനില്. ഓ അതോ, അത് സാർ ഞാൻ ഫുഡ് കഴിക്കുമായിരുന്നു. അതല്ല ഞാൻ ചോദിച്ചത്, എന്തായിരുന്നു നീയും വിവേകും തമ്മില്? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഇല്ല. സാറിന്റെ വട്ടായോ? സാർ എന്തിനാ എന്റെ അടുത്തേക്ക് വരുന്നേ? അതിന് ഞാൻ അടുത്തേക്ക് വന്നില്ലല്ലോ, വരാൻ പോകുന്നല്ലേ ഉള്ളൂ. സാറ് മാറിക്കേ. സാർ എന്തിനാണ് വിളിച്ചത്? എന്തിനാ വിളിച്ചത് നമുക്ക് അറിയണം. താൻ എന്തീ കാണിച്ചത്? ഞാനെന്താ കാണിച്ചത് നമുക്ക് മനസ്സിലായില്ലേ? മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി കാണിച്ചു തരാം. എനിക്ക് വിരോധമൊന്നുമില്ല. മാറി നിക്ക്. അങ്ങനെ അങ്ങ് പോയാലോ? ഇത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി നീ ആ കണ്ട ആമ്പിള്ളേരോട് നിൽക്കുന്നതോ മിണ്ടുന്നതോ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനപ്പുറമായിരിക്കും നിനക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടാം. എന്റെ ഇഷ്ടം ഞാൻ ആരോടും മിണ്ടണ്ടാന്ന്. താൻ ആരോടോ ചോദിക്കാൻ? ആഹാ, നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ? കാണണല്ലോ. വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോ അവക്ക് കിട്ടിയേ തീരൂ. ഹലോ. ആടാ വിവി, നീ ഒന്ന് എന്റെ ക്യാബിനിലേക്ക് വന്നേ. ആടാ, ഇതാ വന്ന്. എന്തിനാ വിളിച്ചേ? ഡാ, അത് ഞാൻ പറയാം, നീ ഇങ്ങോട്ട് വാ. എടാ, നിനക്ക് ചേതൻ കമ്പനി അറിയില്ലേ? ആടാ, അറിയാം. എന്തേ? ചേതൻ കമ്പനി ഒരു പാർട്ട്ണർഷിപ്പ് വെച്ചിട്ടുണ്ട്. നമ്മുടെ കമ്പനിയും പിന്നെ നമ്മളോട് ശത്രുതയുള്ള ഒരു കമ്പനി ഇല്ലേ, ജിൻ, ആ കമ്പനിക്കാണ് പാർട്ട്ണർഷിപ്പ് റിക്വസ്റ്റ് വന്നിട്ടുള്ളത്. ആഹാ, നല്ല കാര്യമാണല്ലോ. ആടാ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അവരൊരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. 2 കമ്പനിയും ഒരു പ്രൊജക്ട് ഉണ്ടാക്കി അവർക്ക് കൊടുക്കണം. അതിൽ ഏതാണോ നല്ലത് അതായിരിക്കും അവർ സെലക്ട് ചെയ്യുക. പിന്നെ അവരായിരിക്കും അവരുടെ പാർട്ട്ണർ ആയിട്ടുണ്ടാവുക. ഓ, ഒരു റേസ് പോലെ അല്ലേ? അല്ല, അതിനിപ്പോ എന്താ?
എടാ അതിന് നമ്മുടെ അടുത്ത് സമയവും ഇല്ല. മറ്റന്നാളെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. എന്ത്? ആടാ, മറ്റന്നാളെ സബ്മിറ്റ് ചെയ്യേണ്ടത്. നമ്മളിപ്പോ എന്ത് ചെയ്യും? എന്റെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ട് പ്രോജക്റ്റിന്റെ. പക്ഷെ അതിന് ടൈമൊക്കെ ഉണ്ടാവും. എല്ലാരും കൂടി നോക്കി ഓക്കെയാവും. നീ കേട്ടിട്ടില്ലേ, ഒത്തുപിടിച്ച മലയും പോയിരുന്നു. ഓഫീസിൽ ഇത്രയും സ്റ്റാഫ് ഇല്ലേ, പിന്നെന്താ? നടക്കുവടാ, നമ്മള് നടത്തും. ആ, ഓക്കെ. എല്ലാരും പറയണ്ടേ? പറയണം. നമുക്ക് അനൗൺസ്മെന്റ് ചെയ്താ പോരെ? ആ, ഓക്കെ. മിത്ര, ആ സർ. നീ അനൗൺസ് ചെയ്. ആ, ഓക്കെ സർ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ചേതൻ കമ്പനി ഒരു പാർട്ട്ണർഷിപ്പ് വെച്ചിട്ടുണ്ട് നമ്മുടെ കമ്പനിയും സിംഗ് കമ്പനിയും തമ്മിൽ. അപ്പൊ അതിനെ ഒരു പ്രൊജക്റ്റ് ചെയ്യണം. നാളെ മോർണിംഗ് 8:30 മീറ്റിംഗ് ഉണ്ടാകും. ആരും ലേറ്റ് ആവരുത്. അതുപോലെ തന്നെ നാളെ ആർക്കും ലീവില്ലെന്ന് CEO പറഞ്ഞിട്ടുണ്ട്. മിത്ര, എന്താ ദേഷ്യം പിടിച്ചിരിക്കുന്നത്? തന്റെ വായിലെന്താ പഴം തിരികെ വെച്ചിട്ടുണ്ടോ? മിത്ര മോളെ, എന്ത് വെച്ചി? ഒന്നുമില്ല ഏട്ടാ. ഓ, അപ്പൊ നിന്റെ വായിൽ നാവുണ്ടായിരുന്നല്ലേ? ഞാൻ പോട്ടെ, ബൈ. മിത്ര, നാളെ ഷാർപ്പ് 8 o'clock ഓഫീസിൽ വരണം. ഓക്കെ? വേണ്ടടാ, ഞാൻ വന്ന് കൂട്ടിക്കോളാം. വേണ്ട ഏട്ടാ, ഞാൻ വന്നോളാം. ഏയ് വേണ്ട, ഞാൻ പിക്കാൻ വരാം. ആ, ഓക്കെ. അല്ല, ആദ്യമായി വീട്ടിലേക്ക് വന്നിച്ച് ഉള്ളിവാന്ന് പറഞ്ഞില്ലല്ലോ. അയ്യോ, ഞാനത് മറന്നുപോയി. ഭാഗത്ത് വാ. ഏയ്, ഞാൻ വെറുതെ പറഞ്ഞ. അല്ല ഏട്ടാ, അകത്ത് വാ. സാറും വാ. എന്തായാലും ഇതുവഴി വന്നേല്ലേ. അല്ല, ആടാ. അയ്യോ അയ്യോ, രണ്ടാളിൽ നിന്ന് കാര്യാക്കണ്ട. രണ്ടാളിരിക്കെ, ഞാൻ ജ്യൂസ് എടുക്കാം. ഇതാ ഏട്ടാ ജ്യൂസ്. ഇതാ സർ, കുടിക്ക്. മിത്തു, ആ നീ വന്നോ? ബാ, ഞാനിവരെ പരിചയപ്പെടുത്തി തരാം. നീ എന്തിവിടെ? നീയോ? നീ എന്താ ഇവിടെ? ഇതെന്റെ വീടാ. നീ എന്തിവിടെ? ഓഹോ, ഇതെന്റെ PA വീടാ. നിങ്ങക്ക് നേരത്തെ പരിചയമുണ്ടോ? പിന്നെ ഉണ്ടോന്നോ? അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ ഈ മുതലിനെ? അല്ല, നിനക്കെങ്ങനെ ഏട്ടനറിയാം? ആ, അത് ഞാനന്ന് നിന്നോട് പറഞ്ഞില്ലേ, എയർപോർട്ടിൽ വെച്ച് ഒരു പണ്ടാരക്കാരനെ കണ്ട കാര്യം. ആ പണ്ടാരക്കാരനാണ് ഈ പണ്ടാരക്കാരൻ. പണ്ടാരക്കലതിന്റെ മറ്റവൻ. എന്റെ മറ്റേനെ വിളിക്കുന്ന നിന്നെ ഞാൻ. ഓടി. നീ പോടാ. നീ ഓടി. ഓ, ഒന്ന് നിർത്തുന്നുണ്ട രണ്ടു. അന്ന, നീ അപ്പൊ പറഞ്ഞ ആള് ഏട്ടനാണോ? ആ, അതല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഓ, എന്താ ഇവിടെ നടക്കുന്നേ? ആരെങ്കിലും എന്നോട് പറഞ്ഞ? ഓ, ഞാൻ പറഞ്ഞുതരാം. ഒരു കാടല്ലേ ആ ഇളകി വരുന്നത്? അയ്യോ, മാറി മാറി മാറോ. ആരോട് മാറാൻ? അയ്യോ ടീച്ചറാ, ഞാനിതാ പോന്നേ. നീ നടക്കുന്ന എന്റെ വെള്ളം എനിക്ക് മാറിപ്പോണ്ടേ എന്റെ ഓടി. താൻ എവിടെ നോക്കിയാണല്ലോ നടക്കുന്നത്? എനിക്കിത് കണ്ണില്ലേ? എടാ പൊട്ട, തന്നോടെ ഞാൻ ചോദിക്കുന്നത്. ചെവി കേൾക്കുന്നില്ലേ? പൊട്ടെ, മാന്യമായിട്ട് ഞാൻ റോഡ് നോക്കി വരുന്നത് നീ അല്ലേ എന്റെ മക്കളോട് കയറിയത്? എന്റെ മുഖത്താണല്ലോ തന്റെ റോഡ്. അത് ശരി, ഇങ്ങോട്ട് വന്ന് വിളിച്ചിട്ട് വാദിയെ പ്രതിയാക്കുന്ന. അതൊക്കെ ഇരിക്കട്ടെ, എന്നാ പറ്റും നിന്റെ പേര്? ഭൂലൻ ദേവി. ഓഹോ, ഈ മണ്ടോതിരിയുടെ ആരായിട്ട് വരും? കുഞ്ഞമ്മ. ഞാൻ നിന്റെ വർണ്ണങ്ങളെ കുറിച്ച് പുരാണത്തിൽ കുറെ കേട്ടിട്ടുണ്ട്. ശൂർപ്പണ ചേച്ചിയുടെ സുഖം തന്നെ. എന്റെ പ്രത്യേക അന്വേഷണം പറഞ്ഞേ കേട്ടോ. അതൊക്കെ പറയാൻ പറ്റേ, എനിക്ക് ആലോചിക്കണം. ഏയ്, അതൊന്നും കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ അയ്യടാ, പറയാൻ പറ്റിയ സാധനം. എനിക്കറിയോ ഈ പട്ടാപ്പകരം മാന്യമായി നടക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ സ്വർണ്ണമൊക്കെ തട്ടിപ്പറിക്കല്ലേ നിന്റെ തൊഴിൽ? കാണുന്നല്ല ചേരക്കൊണ്ടല്ലോ, നിങ്ങൾ പാണിയെടുത്ത് ജീവിച്ചോളി. അയ്യടാ, മാന്യമായി താനോട് മാന്യം. ഞാൻ കണ്ടതിന് ചേച്ചി കൂതറയും തത്തറയിട്ടുള്ള സ്വഭാവത്തിന്റെ പെമ്പിള്ളാരെ പിടിക്കാൻ വന്നിരിക്കുന്നു അലവലാതെ. ഞാനെന്ന് അറിഞ്ഞ വിളയാടിയല്ലേ 10 മാസം കൊണ്ട് നിന്റെ ഓക്കത്തിൽ ട്രോഫി ഇരിക്കും. അത് വളരെ നിൽക്കും. അയ്യോ, ഇയാളെന്നോട് അസഭ്യം പറഞ്ഞേ. അയ്യോ നാട്ടാരെ, ആരില്ലേ? അങ്ങനെ ഓടിയായോ? അയ്യോ, ഇവന് നാട്ടിൽ ഇപ്പൊ പെണ്ണുങ്ങൾ നോക്കിയാൽ തന്നെ കേസാ. ആൾക്കാരെ കൂടി എന്നോട് വെച്ചാൽ എങ്ങനെ ഇരിക്കും? മാറ്റി കയറാൻ നോക്കി. എന്റെ ഈശ്വര, ഇത് എന്തിന്റെ കുഞ്ഞാണോ?